പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാ എന്റെ കർത്താവേ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യീശോയെ, ഈ ദാനിയേൽ നൊവേന പ്രാർത്ഥനയുടെ 5-ാം ദിവസത്തില് അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ ഭരമേൽപ്പിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും നോമ്പും യാചനകളും ഉപവാസവും കർത്താവേ അങ്ങ് ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കണം. ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ, ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കും. ദാനിയേൽ പ്രാർത്ഥിച്ച പോലെ ഞങ്ങളുടെ നീതിയാലല്ല കർത്താവേ, അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഓടിയണയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല, അങ്ങയുടെ വചനം അനുസരിച്ചില്ല. അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ജീവിച്ചില്ല. അതിന്റെ അനന്തരഫലം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുകയാണ്. ഒത്തിരി വേദനകള്, വഴിതെറ്റിപ്പോയ മക്കള്, അടിമപ്പെട്ടു പോയ മക്കള്, കർത്താവേ വലിയ വേദനയോടെയാണ് ഈ ഉപവാസ പ്രാർത്ഥനയില് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്നത്. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 4-ാം ദിനത്തില് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളെല്ലാ വേദനകള്, ദുഃഖഭാരങ്ങള്, മക്കളെ ഓർത്തുള്ള ഒത്തിരി സങ്കടങ്ങള്, മക്കളുടെ അവസ്ഥയെ കുറിച്ചുള്ള നൊമ്പരങ്ങള്, ഞങ്ങളുടെ കണ്ണുനീര് എല്ലാം തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാനിയേൽ പ്രവാചകൻ തന്റെ ജനത്തിന്റെ കട്ടപ്പാട് കണ്ട് അതിന്റെ കാരണങ്ങള്, അതിന്റെ വിശേഷങ്ങള് എല്ലാം പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പില് വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളില് നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ നാശത്തിന്റെ കാരണം നമ്മൾ കണ്ടു പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മള് 9-ാം അധ്യായത്തില് ദാനിയേൽ പ്രവാചകൻ ഈ നാശത്തിന്റെ, തകർച്ചയുടെ എല്ലാത്തിന്റെയും കാരണങ്ങള് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതിന്റെ, കർത്താവിനെ വിട്ടകന്നു പോയതിന്റെ, പ്രവാചകന്മാരുടെയും ദൈവപുരുഷന്മാരുടെയും വാക്കുകള് കേൾക്കാതെ ജീവിച്ചതിലൂടെ അകപ്പാടെ ലജ്ജിതരായി പോയ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വിലാപങ്ങൾ പുസ്തകം വായിക്കുന്നുണ്ട്. അകപ്പാടെ തകർന്ന് നശിച്ച് ദാരിദ്ര്യത്തില്, ഒറ്റപ്പെടലില്, പീഡനത്തില് എല്ലാം തകർന്ന് എല്ലാവരുടെ മുഖത്ത് ലജ്ജ ലജ്ജ. പലവട്ടം ദാനിയേൽ പറയുന്ന കാര്യമാണ്, ജനത്തിന് മുമ്പില് അങ്ങയുടെ ജനം ലജ്ജിതരായിരിക്കുന്നു, ഞങ്ങളുടെ മുഖത്ത് ലജ്ജയാണ്, ലജ്ജ ആ ഒരു അവസ്ഥയാണ്. അവിടെ നമ്മള് 9-ാം അധ്യായത്തില് വായിക്കുന്നുണ്ട്. അവിടെ 12-ാമത്തെ വചനം, ജെറൂസലേമിന് സംഭവിച്ചതുപോലുള്ള നാശം ആകാശത്തിന് കീഴിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല. കണ്ടോ, ജെറൂസലേമിന് സംഭവിച്ചതുപോലൊരു നാശം ആകാശത്തിന് കീഴില് മറ്റൊരിടത്ത് സംഭവിച്ചിട്ടില്ല. അതുപോലത്തെ
നാശമാണ് ജെറുസലേം അനുഭവിക്കുന്നത്. ഇന്ന് പല മക്കളും വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ ഇതുപോലെ നശിച്ചു പോയ മക്കള്, എല്ലാം കൊണ്ട് തകർന്നു പോയ മക്കള്, ഡ്രഗ് അഡിക്റ്റായി പോയ മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, പല പല വഴിപ്പിഴച്ച ജീവിതത്തില്, ദുശീലങ്ങളില്, കൂട്ടുകെട്ടില്, തെറ്റായ സ്നേഹബന്ധത്തില്, മ്ലേച്ഛമായ സ്വഭാവങ്ങളില് അടിമപ്പെട്ട് എല്ലാം നശിച്ചു പോയ മക്കള്. ഇതുപോലൊരു സംഭവം വേറെ ആർക്കും ഉണ്ടായിട്ടില്ലെന്ന പോലുള്ള ഒരവസ്ഥയിൽ വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാരങ്ങളും ഈ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് തന്റെ ജനത്തെ ഓർത്തുള്ള വലിയ വേദനയോടെയാണ് ഈ ദാനിയേല് 3 ആഴ്ചക്കാലം ഈ ഉപവാസവും പ്രാർത്ഥനയും നടത്തുന്നത്. അതിനെക്കുറിച്ച് 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം ഇങ്ങനെ ഞാൻ വായിക്കുന്നത്: ദാനിയേലായ ഞാൻ ആ ദിവസങ്ങളിൽ വിലാപം അനുഷ്ഠിക്കുകയായിരുന്നു. ഈ 21 ദിവസം ദാനിയേൽ എന്താ ചെയ്ത്? വിലാപം അനുഷ്ഠിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദാനിയേൽ ഫാസ്റ്റിംഗിന്റെ ഈ പ്രാർത്ഥനയുടെ മറ്റൊരു പേരാണ് വിലാപത്തിന്റെ 21 ദിവസങ്ങൾ. നമ്മൾ വിലപിക്കണം. നമ്മുടെ മക്കളെ ഓർത്ത്, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയെ ഓർത്ത്, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ അവസ്ഥയെ ഓർത്ത്, നമുക്ക് വന്ന തകർച്ചകള്, ലജ്ജ മുഖത്ത് നിന്ന് മാറാത്ത വിധം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിൽ ഒത്തിരിയേറെ തകർന്നു പോയ അവസ്ഥ നമ്മുടെ മക്കളുടെ ജീവിതത്തില്, വ്യക്തി ജീവിതത്തില്, കുടുംബത്തില്, ജോലിയില്, പഠനത്തില്, സഭയില്, ഇടവകയില്, നമ്മുടെ സമൂഹത്തില്, സാമ്പത്തിക മേഖലയില് ലജ്ജിക്കപ്പെടേണ്ട അവസ്ഥകള്. നമ്മളൊക്കെ അങ്ങനെ ആകേണ്ടവരല്ല. ദൈവത്തോട് ചേർന്ന് ഉന്നതി പ്രാപിക്കേണ്ടവരാ നമ്മള്. ഉന്നതി പ്രാപിക്കേണ്ട ദൈവത്തിന്റെ മക്കള് നശിച്ച് തകർന്ന് ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിക്കെടുക്കുന്ന അവസ്ഥയാണ്. ബാറൂഖിന്റെ പുസ്തകത്തിലൊക്കെ 2-ാം അധ്യായം 5-ാം വചനം പറയുന്നുണ്ട്: അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഉന്നതി പ്രാപിക്കേണ്ടവരായ ഞങ്ങൾ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിപ്പോയി. ഈ അവസ്ഥയില് ശരിക്കും ഈ ദാനിയേല് വിലപിക്കാണ്, ഉപവാസമല്ല. അതുകൊണ്ട് ആ വിലാപത്തിന്റെ ആ സമയത്ത് ദാനിയേല് ഉപവസിച്ചു, നോമ്പ് നോക്കി, ഒത്തിരിയേറെ ലേപനങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിച്ചു, ചാക്കൊടുത്തു, ചാരം പൂശി വിലപിക്കാണ്. എന്റെ മാതാപിതാക്കളെ, ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ നാശത്തെ ഓർത്ത്, നമ്മുടെ മക്കളുടെ നാശത്തെ ഓർത്ത്, അവസ്ഥകളെ ഓർത്ത്, രോഗാവസ്ഥകളെ ഓർത്ത്, നിസ്സഹായമാക്കപ്പെട്ട അടിമത്ത ബന്ധനങ്ങളിൽ പെട്ടതിനെ ഓർത്ത്, കെണികളിൽ പെട്ടതിനെ ഓർത്ത്, തെറ്റായ സ്നേഹത്തിൽ കുടുങ്ങി കർത്താവിനെ വിട്ട്, വചനം വിട്ട്, കുടുംബത്തെ വിട്ട് പോകുന്നതിനൊക്കെ ഓർത്ത് നമ്മൾ വിലപിക്കണം. നമ്മൾ വിലപിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ ഇന്ന് ഈശോയുടെ കൂടെയൊക്കെ ആരാധനയ്ക്കിരുന്നപ്പോ അനേകം മക്കളുടെ പ്രാർത്ഥനകള്, നിലവിളികള്, നമ്മുടെ മക്കളുടെ അവസ്ഥകള്, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകള്, കുടുംബജീവിതത്തിന്റെ അവസ്ഥകള്, പൗരോഹിത്യത്തിന്റെ അവസ്ഥകള്, സഭയുടെ അവസ്ഥകള്, ഇതെല്ലാം ഓർത്തപ്പോ കരങ്ങൾ വിരിച്ച് കർത്താവിന് മുമ്പില് ഈ ദാനിയേലിനെ പോലെ ഹൃദയം നുറുങ്ങി. ഞാൻ ഓർക്കാണ്, ദാനിയേല് അന്ന് അനുഭവിച്ച ആ ഒരു വിലാപത്തിന്റെ അവസ്ഥയുണ്ട്. ജനത്തിന്റെ നാശം, ജനത്തിന്റെ തകർച്ച, ജെറൂസലേം ഇതാ വിജനമായി കിടക്കുന്നു, ഒത്തിരിയേറെ തകർന്നു കിടക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രിയപ്പെട്ട ദൈവ പൈതലിന്റെ നൊമ്പരം, വിലാപം. ആ വിലാപമാണ് മക്കളെ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ദാനിയേലിനെ ഇതുപോലെ നയിച്ചത്. നമ്മൾ ഈ ദിവസങ്ങളില് വിലപിക്കണം. നമ്മുടെ മക്കളെ ഓർത്ത്, നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത്, നമ്മുടെ ജീവിതങ്ങളെ ഓർത്ത്, ഇതിന് സംഭവിച്ച കാരണങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ദാനിയേലിനോട് ചേർന്ന് ദാനിയേൽ കണ്ടുപിടിച്ച കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് 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 ഇതൊക്കെ സംഭവിച്ചു, അതിനെ ഓർത്ത് അനുതപിച്ച് കർത്താവിന്റെ കരുണയിലേക്ക് തിരിയണം. അവിടെ ദാവീദ് 9-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്: അങ്ങയുടെ ജനം ഇത്ര തകർച്ച ഉണ്ടായിട്ടും ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല. അവർ സത്യം ഗ്രഹിച്ച് ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർ ദൈവത്തിന്റെ കരുണയിലേക്ക് തിരിഞ്ഞില്ല എന്ന്. സത്യം ഗ്രഹിക്കണം, അതിൽ നിന്ന് പിന്തിരിയണം,
എന്ന് പറഞ്ഞാൽ സത്യം ഗ്രഹിച്ച് അകൃത്യത്തിൽ നിന്ന്, സത്യം വിട്ടുപോയ അകൃത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി വിലപിച്ച് കണ്ണീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവോട് പറയും, കർത്താവേ, ദാനിയേൽ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ നാമമല്ലേ നമ്മൾ വഹിക്കുന്നത്. നമ്മളതിലേക്കൊക്കെ വരണം മക്കളെ. നമ്മൾ മാമോദിസ സ്വീകരിച്ച മക്കള്, കർത്താവിന്റെ നാമം പേർന്ന മക്കള്, ആ നാമം പേർന്ന മക്കള് ഇതുപോലെ നശിച്ച് പോകുമ്പോ ഈ കർത്താവിന്റെ കരുണയിലേക്ക് തിരിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ജനത്തിന്റെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, അങ്ങയുടെ ദേശത്തിന്റെ മേൽ, ജെറൂസലേമിന്റെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് അനുദപിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി വലിയൊരു സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിക്കാൻ നമുക്കിടയാകണം. ദിവ്യാനുസന്നതിയിലേക്ക് നമുക്ക് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കാം. ഏതവസ്ഥയിലും ഇടപെടുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ദാനിയേലിനെ പോലെ കർത്താവില് നിരന്തരം ആശ്രയിക്കാൻ, ഏതവസ്ഥയിലും കർത്താവിന്റെ മുമ്പിൽ വന്ന് കരയാൻ, വിലപിക്കാൻ. ഞാൻ പറയും, ദിവികാരന്റെ മുമ്പിലേക്ക് വന്ന് ഈശോയുടെ തിരുമുമ്പിലിരുന്ന് ദൈവ സാന്നിധ്യത്തില് വിലപിച്ച് ഉപവസിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച ദാനിയേലിനെ പോലെ ഈ ദിവസങ്ങള് നമ്മുടെ കർത്താവിന് മുമ്പിൽ വേറെ എവിടെ പോയി കരഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ഈ കർത്താവിന് മുമ്പില് നമുക്ക് വിലപിക്കാം, നമുക്ക് നിലവിളിക്കാം. നമ്മുടെ അവസ്ഥകളിലേക്ക് ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാം മക്കളെ. കർത്താവിനെ വിട്ടുപോയ നമ്മുടെ ജീവിതങ്ങൾ, സത്യം ഗ്രഹിക്കാതെ, സത്യം മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ, സത്യമാകുന്ന വചനത്തെ, സത്യമാകുന്ന ദിവ്യകാരുണ്യത്തെ, സത്യം തന്നെയാകുന്ന ഈശോയെ വിട്ട് പടിയിറങ്ങിപ്പോയ നമ്മൾ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അതിനെ ചൊല്ലി അനുദപിക്കണം. സത്യം ഗ്രഹിച്ച് അതിൽ നിന്ന്, അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിന്റെ കരുണയിലേക്ക് നമ്മൾ തിരിയണം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ സമർപ്പിക്കുക, നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുക. രക്ഷ പ്രാപിക്കാൻ ഒറ്റ വഴിയുള്ള മക്കളെ, സത്യം ഗ്രഹിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിന്റെ കരുണയിലേക്ക് തിരിയണം. നമുക്ക് നമ്മുടെ കർത്താവിലേക്ക് തിരിയാം. കർത്താവ് കരുണ കാണിച്ചാൽ ഏത് സിംഹക്കുഴിയിൽ നിന്നും, ഏത് പിശാചിന്റെ കെണിയിൽ നിന്നും, ഏത് തീച്ചൂളയിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ ഈശോയ്ക്ക് കഴിയും. വലിയ സ്നേഹത്തോടെ മക്കളുടെ അവസ്ഥകൾക്കൊന്ന് സമർപ്പിച്ച് വിലാപത്തോടും കണ്ണുനീരോടും കൂടെ ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച ദാനിയേലിനോട് ചേർന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കും ഈ ദിവസങ്ങൾ വിലാപത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റാം. മക്കളുടെ അവസ്ഥയോർത്ത് നമുക്ക് നിലവിളിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ നാശത്തെ ഓർത്ത് നമുക്ക് കണ്ണീരോടെ വിലാപത്തോടെ പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങി കർത്താവിന് മുമ്പിലായിരിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇരുകരങ്ങൾ കർത്താവിലേക്ക് ഉയർത്താം മക്കളെ. ദാനിയേലിനോട് ചേർന്ന്, ദാനിയേലിന്റെ വിലാപത്തോട് ചേർന്ന്, ദാനിയേലിന്റെ ഉപവാസത്തോട് ചേർന്ന്, ദാനിയേലിന്റെ നോമ്പിനോട് ചേർന്ന് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഉപവാസവും നോമ്പാനുഷ്ഠാനങ്ങളും നമ്മുടെ നിരവധിയായ പ്രാർത്ഥനകളും കർത്താവിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. യേശുവേ, കണ്ണീരോടും വിലാപത്തോടും കൂടെ അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, വഴുതിച്ച് പോയ ഞങ്ങളുടെ മക്കള്, തെറ്റായ സ്നേഹത്തിൽ പെട്ടുപോയ മക്കള്, അങ്ങേ വിട്ടുപേക്ഷിച്ച മക്കള്, അനുസരണമില്ലാത്ത മക്കള്, തന്നിഷ്ടം പോലെ ജീവിക്കുന്ന മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്ന മക്കള്, കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ മുഖത്ത്
ഞങ്ങളുടെ മുഖത്ത്, അങ്ങയുടെ ജനത്തിന്റെ മുഖത്ത് ലജ്ജയാണ് കർത്താവേ, ലജ്ജിക്കപ്പെടുന്ന അവസ്ഥ. തമ്പുരാനെ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്, അങ്ങയുടെ അവകാശമാണ്, അങ്ങയുടെ നാമം പേറുന്ന മക്കളാണ്, അങ്ങയുടെ സ്വന്തമാണല്ലോ കർത്താവേ. ഞങ്ങൾ അങ്ങയിൽ അകന്നു പോയിട്ടുണ്ട്, അങ്ങയെ ഞങ്ങൾ വിട്ടുപേക്ഷിച്ചിട്ടുണ്ട്, സത്യം ഗ്രഹിക്കാതെ അത് വേണ്ടെന്ന് വെച്ച് ജീവിച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തല്ലോ, അങ്ങ് ഞങ്ങളുടെ ശാപങ്ങൾ നീക്കിയല്ലോ, അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ വീട്ടിയല്ലോ, അങ്ങ് മരണത്തെ പരാജയപ്പെടുത്തിയല്ലോ. ഇതിലൂടെയൊക്കെ സാത്താന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളെ അങ്ങ് അവസാനിപ്പിച്ചല്ലോ. ഈശോയെ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ കുരിശുമരണത്തിന്റെ അപരിമേയമായ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ശരണപ്പെട്ടുകൊണ്ട്, ഞങ്ങളുടെ നീതിയാലല്ല കർത്താവേ, അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ ജീവിതങ്ങളോട് കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. കർത്താവേ, ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ നോക്കിക്കാണണമേ. ഞങ്ങളുടെ അവസ്ഥകള്, ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകള് കണ്ണ് തുറന്ന് നോക്കിക്കാണണമേ. എഴുന്നേറ്റുപോയ മക്കള്, നശിച്ചു പോയ മക്കള്, ലോകത്തിൽ പെട്ടുപോയ മക്കള്, ഭയത്തിൽ കഴിയുന്ന മക്കള്, എല്ലാം നഷ്ടപ്പെട്ടതിന്റെ നിരാശയിലും കുറ്റബോധത്തിൽ കഴിയുന്ന മക്കള്, സാത്താന്റെ കെണിപ്പെട്ടു പോയ മക്കള്, കർത്താവേ നോക്കണമേ, കർത്താവേ ശ്രമിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിച്ച് കരുണ തോന്നണേ. ഞങ്ങളുടെ മക്കളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ തലമുറയോട്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളോട് കരുണ തോന്നണേ കർത്താവേ. വിലാപത്തിന്റെ ഈ ദിവസങ്ങളിൽ, നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ഈ ദിവസങ്ങളിൽ സത്യം ഗ്രഹിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിന്റെ കരുണയിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, യുവമക്കളെയും കുഞ്ഞുമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വലിയ കൂട്ടായ്മയില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഉപവാസത്തിന്റെയും നോമ്പിന്റെയും വിലാപത്തിന്റെയും എല്ലാ പ്രാർത്ഥനകളുടെയും അനന്തരഫലമായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളോടും, ഞങ്ങളുടെ മക്കളോടും, ഞങ്ങളുടെ കുടുംബത്തോടും കരുണ തോന്നണമേ. ആ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യാനുസരണത്തിൽ പരമേൽപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈശ്വരാശീർവാദത്തിനു വേണ്ടി അവിടുത്തെ കരുണയുടെ സമർത്ഥമായ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബത്വത്തെയും നമ്മുടെ മക്കളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മഹാകരുണയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി യാചനാപൂർവം കരുണ സ്വീകരിച്ച് ആശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരുണയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, വിടിവിക്കണമേ, മോചിപ്പിക്കണമേ. അങ്ങയുടെ ശക്തമായ കരത്തിന്റെ ബലം അങ്ങ് പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, മറക്കാതെ നിങ്ങൾ ജപമാല ചൊല്ലണം, കരുണക്കൊന്ത ചൊല്ലണം. അതോടൊപ്പം തന്നെ വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന നിങ്ങൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ സങ്കീർത്തനം 51 ചൊല്ലി പ്രാർത്ഥിക്കണം. വചനം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം. ഈ ദിവസങ്ങൾ വിലാപത്തിന്റെയും പ്രാർത്ഥനയുടെയും ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാക്കി മാറ്റണം. നിങ്ങളെല്ലാവരും ഈ ചൈതന്യത്തോടു കൂടി ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. 21 ദിവസത്തിനുള്ളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലും മക്കളിലും ഇടപെട്ടിരിക്കും. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ വിശ്വസ്തനായ കർത്താവിന്റെ കൂടെ നമുക്കായിരിക്കാം. അവിടുന്ന് കാരുണ്യവാനാണ്, കരുണ കാണിക്കുന്നതിൽ അത്യുദാരനാണ്. ഈശോയെ കരുണയായിരിക്കണേ. ആമേൻ.